വരാനിരിക്കുന്ന വരൾച്ചയെ നേരിടാൻ വെള്ളിയാങ്കല്ല് തടയണയിൽ ജലസംഭരണം ആരംഭിച്ചു. തടയണയുടെ ഷട്ടറുകൾ താഴ്ത്തിയതോടെയാണ് വെള്ളിയാങ്കല്ല് തടയണ ജലസമൃദ്ധിയിലായത്. വേനലിൽ കുടിവെള്ളക്ഷാമം അനുഭവിക്കുന്ന നാട്ടുകാർക്ക് നിളയിലെ ജലസമൃദ്ധി ആശ്വാസക്കാഴ്ച കൂടിയാണ്. ജില്ലയിലും സമീപ ജില്ലകളിലുമായി 3 നഗരസഭകൾ, പട്ടാമ്പി താലൂക്കിലെ 8ഓളം പഞ്ചായത്തുകൾ എന്നിവയുടെയെല്ലാം പ്രധാന കുടിവെള്ള സ്രോതസ്സാണ് വെള്ളിയാങ്കല്ല് തടയണ. പരമാവധി 3.5 മീറ്ററാണ് തടയണയുടെ സംഭരണശേഷി. ഷട്ടറുകൾ താഴ്ത്തിയതോടെ 2 മീറ്ററിലധികം ജലനിരപ്പ് ഉയർന്നു കഴിഞ്ഞു. ഇതോടെ വെള്ളിയാങ്കല്ല് മുതൽ പട്ടാമ്പി വരെ വെള്ളം നിറഞ്ഞു കിടക്കുകയാണ് ഭാരതപ്പുഴ. ജലനിരപ്പ് ഉയർന്ന തീരദേശങ്ങളിൽ വെള്ളം കയറുന്നത് ഒഴിവാക്കുന്നതിനായി ഏതാനും ചില ഷട്ടറുകൾ ഉയർത്തി ജലനിരപ്പ് ക്രമീകരിച്ചാണ് ജലസംഭരണം നടക്കുന്നത്. ജലസമൃദ്ധിയിലായ തടയണ കാണാനെത്തുന്ന സന്ദർശകരുടെ എണ്ണവും വർദ്ധിച്ചിട്ടുണ്ട്. അതേസമയം ലക്ഷക്കണക്കിന് ആളുകൾക്ക് കുടിവെള്ളം എത്തിക്കുന്ന പദ്ധതിയായിട്ടും ജലസംഭരണി മാലിന്യമുക്തമാക്കുന്നതിനുള്ള കാര്യക്ഷമമായ നടപടികൾ അധികൃതർ സ്വീകരിക്കുന്നില്ലെന്ന ആരോപണവും ശക്തമാണ്. പുഴയിൽ മാലിന്യ നിക്ഷേപം വർദ്ധിക്കുന്നതോടെ മുൻവർഷങ്ങളിൽ വേനൽ പകുതിയാവുമ്പോഴേക്കും വെള്ളത്തിന് നിറവ്യത്യാസം കണ്ടു തുടങ്ങാറുണ്ട്. സംഭരണം ആരംഭിക്കുന്നതോടെ വെള്ളത്തിന്റെ നീലനിറം മാറി ഇരുണ്ട പച്ചനിറമായി മാറുകയും എണ്ണമയമുള്ള പാട കെട്ടുകയും ചെയ്യാറുണ്ട്. വൃഷ്ടിപ്രദേശങ്ങളിൽ മഴ പെയ്താൽ മാലിന്യം ഒഴുകിയെത്തുന്നത് തടയണയിലേക്കാണ്.